ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പറയുന്നത്. ഇവിടെ അരക്കപ്പ് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. അരക്കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇടാം. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ചേർക്കാം. പക്ഷേ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് പൊന്താനൊക്കെ വെക്കണം, ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. പക്ഷേ ഇത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പൊടി മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ മിക്സ് ആകുമ്പോൾ നന്നായിട്ട് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മിക്സിക്ക് ഗുണമാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ദോശമാവിൻ്റെയും അപ്പമാവിൻ്റെയും ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഇനി ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട. ഇത് നേരെ നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന പോലെയോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പാൻ ചൂടാക്കാനായിട്ട്. എന്നിട്ട് ആ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പരത്തില്ല. ഇതങ്ങനെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പരന്ന് വരുമല്ലോ. ഇപ്പോൾ അപ്പച്ചട്ടിയിലാണെങ്കിൽ നിങ്ങൾ ചുറ്റിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒഴിച്ചുവിടുന്ന ഹൈ ഫ്ലെയിമിലായിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ഓട്ടകൾ വീണ് തുടങ്ങും. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ, ഇപ്പോൾ ചെറുതീയിലാണെങ്കിൽ ഈ ഓട്ടകൾ വരില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഈ ഓട്ടകൾ വരുന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്ത് വരും. അപ്പോൾ നമ്മളുടെ അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടിയും ഉപയോഗിച്ച് നമ്മളൊരു അപ്പം ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. അടിഭാഗം കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവണം. ഇത് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ഒക്കെ വളരെയധികം ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.